നമസ്കാരം, എൻ്റെ പേര് മനോജ്. ഞാനൊരു ഇന്റീരിയറിൻ്റെ സ്ഥാപനം നടത്തുന്നുണ്ട്. ഇവിടെ ആറങ്ങോട്ടര ദേശമംഗലം ഭാഗത്ത് തലശ്ശേരി എന്ന് പറഞ്ഞുള്ള ഒരു സെൻറ്ററിൽ ഒരു ഇന്റീരിയറിൻ്റെ ഫാക്ടറി തന്നെ ഉണ്ട് നമുക്ക്. അതായത് പ്രസ് യൂണിറ്റ് ആണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ട് നമ്മളിങ്ങനെ റൺ ചെയ്ത് പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകണം. ബേസിക്കലി നമ്മൾ കാർപ്പൻ്ററാണ്. പിന്നെ ഗൾഫിലുണ്ടായിരുന്ന ഒരു 10 വർഷത്തോളം കാർപ്പൻ്ററായിട്ട് പോയി. പിന്നെ അവിടെ പർച്ചേസിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്വാളിറ്റിയിൽ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം ആവുന്നു. അപ്പോൾ അവിടെ കേരളത്തിലെ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന എല്ലാ കമ്പനികളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു മാനേജർ പോസ്റ്റിൽ എല്ലാ കമ്പനികളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മേഖലകളിലുള്ള എല്ലാ കമ്പനികളിലും ജോലി ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കമ്പനികളും പലതരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാതും പഠിക്കാൻ പറ്റി. പിന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മടുത്തപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഫാക്ടറിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പ്രസ്സിംഗ് മെഷീൻ ഉണ്ട്. 50 റണ്ണിൻ്റെ മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാനൽസോ ഉണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഇന്ത്യൻ്റെ ബ്രാൻഡ് തന്നെയാണ്, ജയ് മോഡുലയുടെ. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഡ്ജോയിൻറ്റ് ചെയ്യാനായിട്ട് മെഷീൻ ഉണ്ട്. പിന്നെ നമ്മൾ ട്രൂ ഫീഡിങ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡോറുകൾ ട്യൂബ് അടിക്കുന്നത് നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ചെയ്യിക്കും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധപ്പെട്ടതൊക്കെ നമ്മൾ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല പ്രീമിയം ക്ലയൻസിൻ്റെ ഒക്കെ ആണ് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം നമ്മൾ പുറത്ത് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ മുഴുവൻ എടുക്കാനുള്ളൊരു പരിപാടിയിലാണ് ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ മുഴുവൻ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇന്റീരിയറാണ് കൂടുതലായിട്ട് അറിയുക. ബാക്കിയുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക്നിക്കലായിട്ട് അറിയുന്നല്ലാതെ പ്രാക്ടിക്കലായിട്ട് അറിയില്ല. ഇപ്പോൾ നമ്മളൊന്ന് സൈറ്റിൽ ഇപ്പോൾ 2 പേര് കയറിയില്ലെങ്കിൽ തന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ എനിക്ക് കയറി ചെയ്യാനുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എനിക്ക് പേടിയില്ല. പക്ഷെ മറ്റുള്ള ഫീൽഡ് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൊത്തം എടുത്തിരുന്നു. ആദ്യം ഒഴിവാക്കി, പൂർണ്ണമായിട്ടല്ല, തീരെ പറ്റാത്തത് മാത്രമാണ് നമ്മൾ എടുക്കുള്ളൂ ജിപ്സം. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒഴിവാക്കി. അതേപോലെ തന്നെ ഇലക്ട്രിക്കലും കൂടി എടുത്തായിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ പണി നമുക്ക് കണ്ടമാനം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ വീഴ്ചകൾ വരുന്ന കാരണം നമ്മളതും അതിനെ പറ്റിയിട്ടും കൂടുതൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതൊക്കെ പിന്നെ കൊട്ടേഷനിലാണ് നമ്മൾ വെച്ചു തുടങ്ങി. നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് കംപ്ലീറ്റ് ക്ലയൻറ്റിനെ തരണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊട്ടേഷനിൽ വെച്ചു തുടങ്ങി. എല്ലാം കൂടി ഏറ്റെടുത്തിട്ട് നമുക്ക് സമയത്ത് തീരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് പറയാം, ആര് വന്നോ ഇല്ലയെന്ന് അവർ നോക്കില്ല. പെട്ടെന്ന് എന്തുകൊണ്ട് ചെയ്യണില്ല എന്നാണ് അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ നമ്മളെന്താ എല്ലാ വയ്യവേയിൽ ഏറ്റെടുക്കേണ്ട വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇന്റീരിയറിൽ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിപ്സം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ എടുക്കും. അങ്ങനെയുള്ളൂ. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് എടുക്കുന്നില്ല. ഞാൻ വേറെ കമ്പനികളിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് സൈറ്റുകളിൽ കിച്ചൺ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട് വയ്ക്കുന്ന ആൾ മെയിനായിട്ട് നോക്കുക കിച്ചൺ മാത്രമാണ് അന്ന് കാലത്ത് നോക്കിയിരുന്നുള്ളൂ. ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് അവർക്ക് അങ്ങനെ കൂടുതൽ മുന്നോട്ട് പോയിരുന്നില്ല. അതായത് വാർഡ്രോബുകളാണെങ്കിലും ഇപ്പോൾ കട്ടിലാണെങ്കിലും അതിനൊന്നും വലിയ പണക്കാരല്ലാത്ത ഒരു മീഡിയം ക്ലാസ് ആൾക്കാർ ആരും അത് നോക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം നമ്മൾ ഫാക്ടറി ഇട്ടതിന് ശേഷമുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട് കിട്ടുമ്പോൾ എന്തായാലും കിച്ചൺ മാത്രമായിരിക്കില്ല. TV യൂണിറ്റ്, വാഷ് യൂണിറ്റ്, അതുപോലെ ഒരു പാർട്ടീഷൻ, ഏതെങ്കിലും ഒരു ബെഡ്റൂം കൂടി ഉണ്ടാവും. അത്രയും പൈസ ഇല്ലാത്തവർ മാത്രമാണ് കിച്ചൺ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുക. അതും വളരെ കുറഞ്ഞു പോയി. ഇത്തരം സാധനങ്ങൾ എന്തായാലും ചെയ്യും. പിന്നെ ബഡ്ജറ്റുള്ളവരാണെങ്കിൽ എല്ലാ റൂമുകളും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ ഫിനിഷിങ്ങിൻ്റെ ക്വാളിറ്റിയിലൊക്കെ മാറ്റം വരുത്തുക. അതായത് ഗ്ലാസ് കിച്ചൺ അല്ലെങ്കിൽ അക്രിലിക് അല്ലെങ്കിൽ PU പെയിൻറ്റ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ റേറ്റും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ബഡ്ജറ്റുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തു തുടങ്ങി. അല്ലാത്ത ആൾക്കാർ മിനിമം നമ്മുടെ ലാമേറ്റിൽ ഒതുങ്ങി കൂടുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. ഇപ്പം ചെയ്യാത്തവർ കുറവാണ്. ഒരു വീട് ഇപ്പോൾ ചെറുതായിട്ട് എങ്ങനെയെങ്കിലും വെക്കുന്ന ആൾ തന്നെ ബെഡ്റൂംസും ആയാലും കിച്ചൺ ആണെങ്കിലും ചെയ്തു പോകും. മിനിമം ഒരു 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷത്തിൻ്റെ താഴെ ഇപ്പോഴത്തെ ഒരു തലമുറ ചെയ്തു പോകുന്നുണ്ട് വർക്ക്. അതായത് ഇന്റീരിയർ വർക്കിന് മാത്രം അത്ര അവർ മാറ്റി വയ്ക്കുന്നുണ്ട് മിനിമം. ഡിസൈനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ചോദിക്കുക, നമ്മൾ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കണേക്കാളും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക ആദ്യം തന്നെ. ഒരു ക്ലയൻറ്റിനെ കാണുമ്പോൾ ഇപ്പോൾ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ അവരുടെ വൈഫായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള കൺസെപ്റ്റ് എന്താണോ അത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ 3D ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2D ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുക. അപ്പോൾ അധികം വെല്ലുവിളിക്ക് നമുക്ക് നേരിടേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഉള്ള അറിവനുസരിച്ചിട്ട് ഹൈ ക്വാളിറ്റി സാധനമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയും ഒന്നില്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല.
അപ്പോൾ എൻ്റെ ഇഷ്ടമാവണമെന്നില്ല വേറെ ആളെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചിട്ട് ഇപ്പോൾ ക്ലയൻറ്റിന് എന്താണോ വേണ്ടത് അത് ചോദിച്ചറിഞ്ഞിട്ട് അതനുസരിച്ചിട്ടാണ് കൂടുതലും 3D 2D ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ തിരുത്തുകൾ കുറവാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കിച്ചണിൽ ഒരുപാട് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ആയിട്ട് കയറ്റാം. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ കിച്ചൺ ഭംഗിയാവും. പക്ഷെ അതൊന്നും വേണ്ടി വരില്ല അവർക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 3D ചെയ്ത് കൊടുക്കണേക്കാളും നല്ലത് അവരുടെ ഉള്ളിൽ എന്താണോ അത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിസ്സാര തിരുത്തുകളാണ് നമുക്ക് പിന്നെ വേണ്ടി വരുള്ളൂ. അപ്പം അതിൽ വല്ലാണ്ട് വെല്ലുവിളി അങ്ങനെ നേരിടേണ്ടി വരാറില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഫാക്ടറിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 10 പേരാണ് സ്ഥിര വർക്കേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വർക്ക് എടുക്കുന്നതിന് മുന്നേ ഇപ്പം നമ്മുടെ നിലവിൽ എത്ര വർക്ക് ഉണ്ടോ അത് എത്ര ദിവസത്തെ ടൈമിലാണ് കഴിയുക എന്നുള്ളത് ഏകദേശം കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ പറയും ക്ലയൻറ്റിൻ്റെ അടുത്ത്. അപ്പോൾ അത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി അതല്ല അതിനേക്കാൾ മുന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്വാമി നിശ്ചയിച്ചിട്ടുള്ള വീടാണ്, കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വർക്കേഴ്സിനെ നമ്മൾ സബ്ബായിട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് ചില സൈറ്റുകൾ. അപ്പോൾ അതിൽ ഞാനൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ എടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിടും. കാരണം വെച്ചാൽ നമ്മളെ വർക്ക് ഏറ്റെടുത്തിട്ട് സമയത്ത് ചെയ്യാതിരിക്കണേക്കാളും നല്ലത് നമ്മൾ ആദ്യമേ തന്നെ പറയാം നമ്മളെ കൊണ്ട് എന്തായാലും ആ ടൈം പീരീഡിൽ എന്തായാലും നടക്കില്ല, നമുക്ക് ആകുമ്പോൾ ഏകദേശം മാക്സിമം ഇത്രയാണ് കിട്ടേണ്ടി വരിക, നമ്മൾ സബ് എടുത്താൽ തന്നെ ഇത്ര ഉള്ളിലേ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എന്താ വെച്ചാൽ വർക്ക് ഇപ്പോൾ എന്തായാലും ഒരു 3 സൈറ്റ് 4 സൈറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പെൻഡിങ് വെച്ചിട്ട് എന്തായാലും പുതിയ സൈറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോകണ ഒരു ഡേറ്റ് കൊടുക്കും. എന്തായാലും മിനിമം ഒരു 45 ദിവസമാണ് നമ്മൾ എല്ലാവരോടും പറയാം. മാക്സിമം സ്പീഡിൽ ചെയ്ത് തീർക്കാൻ നോക്കും. എന്താ വെച്ചാൽ 10 ദിവസം കൂടെ 5 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ബാക്കിയുള്ളത് ഒരു പ്രോഫിറ്റ് എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാക്സിമം സ്പീഡിലാക്കാനേ നോക്കുള്ളൂ. പക്ഷേ എന്ന് കരുതി എല്ലാവരെയും ഇട്ടിട്ട് പെട്ടെന്ന് ആക്കിപ്പിക്കില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർ ഒരു 4 സ്ക്രൂ വെക്കേണ്ടടുത്ത് 2 എണ്ണം വെച്ചിട്ട് പോരും. അപ്പം അതും പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ സൈറ്റിലേക്ക് എല്ലാ സൈറ്റിലും പോയി നോക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫാക്ടറിയിലത്തെ പണികളൊക്കെ കൂടുതലും ഞാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓഫീസ് വർക്കാണെങ്കിലും ഇപ്പോൾ കട്ടിങ്ങിലെ ആളില്ലെങ്കിലും ഞാൻ തന്നെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സൈറ്റിലേക്ക് എന്തായാലും പോകാതിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡേറ്റ് ആണ് കൊടുക്കുള്ളൂ ക്ലയൻറ്റിന്. നമ്മൾ കൂടുതൽ ഇൻറ്റീരിയർ ചെയ്യുന്നത് വീടുകളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷോപ്പുകൾ കുറവാണ്, ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും വീടുകളിലെ വർക്കാണ് നമുക്ക് കൂടുതൽ തേടി വരാറ്. അപ്പം ഞാൻ ഇത്രയും കമ്പനികളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ശരിയാവണമെന്നില്ല, പക്ഷെ എൻ്റെ തോന്നൽ എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ സ്റ്റാഫുകൾ കുറവാണ്. അതായത് 10 ലേബറിന് ചില കമ്പനികളിൽ 10നേക്കാൾ കൂടുതൽ ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും. ഈ 10 ലേബർ എടുത്ത് പണി ചെയ്ത കാശ് കൊണ്ടാണ് ഈ 10 ഓഫീസ് സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടത്. അവിടെ വാച്ച്മാൻ ഉണ്ടെങ്കിൽ ആൾക്കടക്കം നമ്മളിപ്പോൾ ഇന്റീരിയറിന്റെ ഒരു കാർപ്പൻറ്റർ ചെയ്ത പണിയിൽ കിട്ടുന്ന ലാഭം കൊണ്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പം നമുക്കിവിടെ ലേബറാണ് കൂടുതലുള്ളത്, അതായത് വർക്കേഴ്സാണ് കൂടുതൽ. ഓഫീസ് സ്റ്റാഫ് ആയാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാൻ കുറച്ചു. കൂടുതലും ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനതിൽ കുറേശ്ശെ സമയം കണ്ടെത്തിയിട്ട് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ കോമ്പറ്റീഷന് തരണം ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഒരാൾ കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറച്ച് കൊടുക്കാൻ പറ്റുക. എന്താ വെച്ചാൽ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് സ്റ്റാഫുകൾ ഉണ്ടാവാണ്ടിരിക്കുമ്പോൾ അവരുടെ ലേബർ കുറച്ച് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ലേബർ ഇല്ല, അവർക്ക് അലവൻസുകളൊന്നും കൊടുക്കണ്ട. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കൊട്ടേഷനിൽ കുറച്ച് കൊടുത്ത് തുടങ്ങി. മിനിമം ഒരു 2-3 വർക്കാണ് ഒരേ സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അടുത്ത ഏതെങ്കിലും ഒരു വർക്ക് ഇവരെന്നെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് കിട്ടും. ഇതുവരെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തായാലും വെക്കുക മൾട്ടിവുഡ് അല്ലെങ്കിൽ WVC ആയിരിക്കും വെക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് നോക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചെയ്യാനേ പറയുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ക്രൂ ഹോൾഡിങ് കപ്പാസിറ്റി കൂടുതൽ പ്ലൈവുഡ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ലോക്കൽ പ്ലൈവുഡ് എടുത്താൽ കിട്ടുന്ന ആ ഒരു ഇത് നമുക്ക് എത്ര റേറ്റ് കൂടിയ മൾട്ടിവുഡിന് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. പക്ഷെ എന്നാൽ കൂടി ഒരുപാട് ഇതിന്ന് സുരക്ഷ കിട്ടുന്നുണ്ട്. ചെതിൽ നിന്നാണെങ്കിലും ഇപ്പോൾ വെന്റിൽ നിന്നാണെങ്കിലും പിന്നെ വെള്ളം തീ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാവരും മൾട്ടിവുഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളമായിട്ട് പ്ലൈവുഡിൻ്റെ വർക്ക് ഒട്ടുമില്ല, മൾട്ടിവുഡിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും, ഇതുണ്ടെങ്കിൽ ഉറപ്പ് കൂടുതലുണ്ടാവുക പ്ലൈവുഡാണ്. പക്ഷെ അവർ നമ്മളോട് പറയും ഇങ്ങനെയല്ല, ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മൾട്ടിവുഡിലേക്ക് മാറുക. മൾട്ടിവുഡാണ് നമുക്ക് വർക്ക് ചെയ്യാൻ സുഖം. ഫാമിലിയിൽ ഇപ്പോൾ വൈഫ് ആണ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു കമ്പനി ഇടാൻ പറ്റിയത്. കൂടുതലും കമ്പനിയുടെ ആൾ പ്രചോദനം വൈഫ് തന്നെയായിരുന്നു ഉണ്ടാവുന്നത്. വെച്ചാൽ ലോൺ കിട്ടാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ആളാണ്. ഞാൻ വർക്കിന് പോകുമ്പോൾ ബാങ്കുമായിട്ടുള്ള എല്ലാ ഡീലിങ്ങുകളും ആളാണ് നടത്തിയത്. പിന്നെ ഇവിടത്തെയും കൂടുതലും അക്കൗണ്ട്സും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾ തന്നെയാണ്. നമുക്ക് മുളന്താവിൽ ഒരു ഓഫീസുണ്ട്, അപ്പോൾ അവിടെയാണ് കൂടുതൽ ആളുണ്ടാവുക. അപ്പോൾ അവിടെ നിന്നാണ് മറ്റേ ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് വരിക. നമ്മളിവിടെ വർക്ക് ഇവിടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.
ഒരു ക്ലയൻറ്റ് വന്നാൽ തന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ കാണിക്കാവുന്ന ഒരു സെറ്റപ്പിൽ ഇത് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുന്നല്ലോ തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഹെഡ് ഓഫീസ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഓഫീസ് ഇട്ടിട്ടുണ്ട്. 2 കുട്ടികളാണുള്ളത്. ഒരാൾ 4ാം ക്ലാസ്സിൽ പഠിക്കണം, ഒരാളിപ്പോൾ UKG LKGയിലാണ് ചേർത്തിട്ടുള്ളൂ. 2 പെൺകുട്ടികൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗൾഫിലൊരു കമ്പനി ഇടുക ഇതേ സെയിമിൽ, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കമ്പനി തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയിട്ട് തന്നെ നമ്മളത് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒരു കമ്പനി ഗൾഫിലും കൂടി ഇടണം. കാരണം ഞാൻ ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജീവിത രീതി, അതേപോലെ തന്നെ അവരെ തന്നെ, അതായത് വൈഫിനും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകണം. വെറുതെ ഇപ്പോൾ ടൂർ പോണ പോലെ പോയിട്ട് കാര്യമില്ല. നമുക്കൊരു സ്ഥാപനം ഇടയ്ക്ക് ആവശ്യത്തിന് പോവാൻ വരിക. അപ്പോൾ ആ ഒരു ലൈഫിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് മുളന്താവിലാണ് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് വരിക മുളന്താവ്. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് വരുന്നത്. നമ്മുടെ ഓഫീസും അവിടെ തന്നെയാണ് ഉള്ളത്. കമ്പനി വരുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടി പോരണം. ഒരു 10-23 കിലോമീറ്റർ കൂടി പോന്നു കഴിഞ്ഞാൽ ദേശമംഗലം എന്നുള്ളൊരു സ്ഥലമുണ്ട്. അതായത് ആറങ്ങോട്ടുകര, തലശ്ശേരി, ദേശമംഗലം ഈ ഊരൊക്കെ വഴിയാണ് വരിക. അപ്പോൾ അവിടെ തലശ്ശേരി സെൻറ്ററിൽ നിന്ന് ഷൊർണൂർ റോഡ് കയറി ഉടനെ തന്നെ ഇടത് ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്.